മെഗാസ്റ്റാർ മമ്മൂട്ടി മാസ് അവതാരമായ ടർബോ ജോസായി എത്തുന്ന ചിത്രത്തിനായി മമ്മൂട്ടി ആരാധകരും മലയാളം ഫിലിം ഇൻഡസ്ട്രിയും ഏറെ പ്രതീക്ഷയോടും ആകാംക്ഷയോടുമാണ് കാത്തിരിക്കുന്നത്. ഇപ്പോൾ ചിത്രത്തിൻ്റെതായി റിലീസായ ട്രെയിലർ വൻ തരംഗമായി പ്രേക്ഷക പ്രീതി നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാത്തരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന പക്ക ആക്ഷൻ സീക്വൻസുകളാൽ സമ്പന്നമായ ട്രെയിലറാണ് അണിയറക്കാർ പുറത്തുവിട്ടിരിക്കുന്നത്. ട്രെയിലർ കണ്ട് അന്തം വിട്ട പ്രേക്ഷകർക്കിപ്പോൾ മമ്മൂക്ക ട്രെയിലർ ലോഞ്ചിനിടെ പറഞ്ഞ വാക്കുകൾ ഇരട്ടി ആവേശമാണ് പകർന്നിരിക്കുന്നത്. ട്രെയിലറിൽ കണ്ടത് വെറും സാമ്പിൾ മാത്രമാണ് എന്ന തരത്തിലാണ് ട്രെയിലർ ലോഞ്ചിനിടെ മമ്മൂക്ക സംസാരിച്ചത്. സാധാരണഗതിയിൽ തൻ്റെ സിനിമകൾക്ക് അനാവശ്യമായ ഹൈപ്പ് മമ്മൂക്ക നൽകാറില്ല. എന്നാൽ ടർബോയിൽ മമ്മൂക്കക്കുള്ള ആത്മവിശ്വാസം കൊണ്ട് തന്നെയാണ് ട്രെയിലർ വെറും സാമ്പിൾ മാത്രമാണ് എന്ന് മമ്മൂക്കയെ കൊണ്ട് പറയിപ്പിച്ചതെന്നാണ് ആരാധകർ വിലയിരുത്തുന്നത്. ട്രെയിലർ ലോഞ്ചിനിടെ മമ്മൂക്ക സംസാരിച്ചത് നമുക്കൊന്ന് കേട്ടുനോക്കാം. നമ്മൾ ദുബായിൽ തന്നെയാണ് വിളിച്ചത്. ദുബായ് നമ്മൾ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ദുബായ് ഒരു അന്യനാടല്ല, നമ്മുടെ നാട് തന്നെയാണ്. നമ്മുടെ നാട്ടുകാരും നമ്മളോട് സ്നേഹമുള്ളവരുമാണ് ഈ നാട്ടിൽ. സ്വാഭാവികമായിട്ടും ദുബായ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സെക്കൻഡ് ഹോം ആണ്, രണ്ടാമത്തെ വീടാണ്. നമ്മൾ നാട്ടിൽ നമ്മുടെ വീടുന്നത് പോലെ ഇവിടെ തന്നെ ഇത്രയും ആളുകൾ മലയാളികൾ താമസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഗ്രഹത്തിൽ വരുന്നത് പോലെ അതിനപ്പുറത്തേക്ക് ഒരു സ്വന്തം ഗ്രഹത്തിൽ വരുന്ന ഫീലിംഗാണ് എനിക്കുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട പല സംഭവങ്ങളും ദുബായ് തന്നെ വെച്ച് നടന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും നടത്തുന്നത്. നമ്മുടെ പുതിയ പടമാണ്, മമ്മൂട്ടി കമ്പനിയുടെ 5ാമത്തെ സിനിമയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ട് ഞങ്ങൾക്ക് 4 പടങ്ങളും ഞങ്ങളെ കൊണ്ടാവുന്നത് നന്നാക്കാനും സാധിച്ചു. അത് നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്തതിനൊക്കെ നന്ദിയുണ്ട്. ഇത് 5ാമത്തെ പടമാണ്. ഇതുവരെയുള്ള പടങ്ങളെക്കാൾ കുറച്ച് വലിയ സിനിമയാണ് ഇത്. നിങ്ങളെ വിശ്വസിച്ച് തന്നെയാണ് ഞാൻ കഴിഞ്ഞ 4 പടങ്ങളും നിർമ്മിച്ചതും റിലീസ് ചെയ്തത്. ഈ സിനിമയും നിങ്ങളെയാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണവും നിങ്ങളുടെ സ്നേഹവും ഈ സിനിമയോട് ഉണ്ടാവണം. അതുപോലെ ജോസേട്ടായി സ്വീകരിക്കും എന്നെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇത് കുടുംബ ചിത്രമാണോ, ഒരു ആക്ഷൻ സിനിമയാണോ, കോമഡി സിനിമയാണോ, റൊമാന്റിക് സിനിമയാണോ, അല്ലെങ്കിൽ ലോ ക്ലാസ് ആണോ, ഹൈ ക്ലാസ് ആണോ, മാസ് ആണോ, ക്ലാസ് ആണോ എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഈ സിനിമ എല്ലാവർക്കും വേണ്ടിയുള്ള ക്ലാസും മാസും ഫാമിലിയും യൂത്തുമൊന്നുമല്ല, എല്ലാ പ്രായക്കാർക്കും എല്ലാവർക്കും കൂടിയുള്ള സിനിമയാണ്. ഇപ്പൊ ജോസേട്ടായിയെ സ്നേഹപൂർവ്വം സ്വീകരിക്കാൻ ഞങ്ങളുടെ ട്രയൽ ലോഞ്ചാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ട്രയൽ ലോഞ്ച് ചെയ്യും. ഇത് ഒരു സാമ്പിളാണ്. ആദ്യം നിങ്ങളെ തന്നെ കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത്രയും ആവേശം, ഞങ്ങളുടെ ധൈര്യം, ഞങ്ങളുടെ ഊർജ്ജമൊക്കെ നിങ്ങളാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്റെ സുഹൃത്തുക്കളെ സ്നേഹമാണ്, മനസ്സിലായല്ലോ അല്ലെ? രാജ്ഭായ് ഷെട്ടി രണ്ടാം പാവം സ്വാമി ഭക്തനായ വലിയൊരാളാണ്. ലോക ദുഷ്ടനാണ് സിനിമയില്, പക്ഷെ പാവത്താൻ